നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ധാരണയാണ് CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ധാരണയുണ്ടാക്കിയിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചെയ്യുന്നത്. മുഖ്യമന്ത്രി UDF BJP ധാരണയുണ്ടെന്ന് പറയുക, പ്രതിപക്ഷ നേതാവ് CPM BJP ധാരണയുണ്ടെന്ന് പറയുക. സത്യത്തിൽ ധാരണയുണ്ടാക്കിയിട്ടുള്ളത് CPM-ഉം കോൺഗ്രസും ലീഗുമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉത്സവപ്പറമ്പിൽ മാല മോഷ്ടിച്ചതിന് ശേഷം ജനങ്ങളോടൊപ്പം കള്ളന്മാരെ തിരയുന്ന ചില മോഷ്ടാക്കന്മാരുണ്ട്. സമർത്ഥന്മാരായിട്ടുള്ള മോഷ്ടാക്കൾ അങ്ങനെയാണ്. അതേപോലെയാണ് അവർ തമ്മിൽ ഡീലുണ്ടാക്കി BJPയെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. മഞ്ചേശ്വരത്തും കാസർഗോഡും BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ലീഗിന് വോട്ട് മറിക്കാൻ CPM തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഞ്ചേശ്വരത്ത് നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പുതിയൊരു സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിച്ചത്. കാസർഗോഡ് LDF-ൽ INL സ്ഥാനാർത്ഥിയാണ്. INL സ്ഥാനാർത്ഥി ഇന്നലെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താരതമ്യേന അപ്രസക്തനായൊരു സ്ഥാനാർത്ഥിയാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ളത്. എന്നാൽ കാസർഗോഡ് ഇത്ര അപ്രസക്തനായ സ്ഥാനാർത്ഥി LDF നിർത്തിയത് അത് CPM ലീഗിന് വോട്ട് ചെയ്യാനാണ്. അപ്പം മഞ്ചേശ്വരത്തും കാസർഗോഡും CPM-ന് വോട്ട് ചെയ്യാൻ, ലീഗിന് വോട്ട് ചെയ്യാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. 2016-ലും 2021-ലും ഞങ്ങളുടെ വോട്ട് കൊണ്ടാണ് ലീഗ് ജയിച്ചിട്ടുള്ളത് എന്ന് CPM സമ്മതിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മഞ്ചേശ്വരത്തെ MLA തന്നെ പരസ്യമായ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ജയിച്ചത് CPM-ന്റെ വോട്ട് കൊണ്ടാണ് എന്ന്. ഇത് ഈ പ്രാവശ്യവും ആവർത്തിക്കുകയാണ്. 2016-ലെ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മുരളീധരന് CPM വോട്ട് മറിച്ചു എന്ന് ആക്ഷേപം ഉന്നയിച്ചത് അന്ന് LDF-ന്റെ കാൻഡിഡേറ്റ് ആയിരുന്ന TN സീമയാണ്. അപ്പൊ 2016-ലും 2021-ലുമൊക്കെ കേരളത്തിൽ ഇത് കണ്ടിട്ടുള്ളതാണ്. ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൽ ഞാൻ മഞ്ചേശ്വരത്തെയും കാസർഗോഡിന്റെയും കാര്യം പറഞ്ഞു. സമാനമായ സംഭവങ്ങളുണ്ട്. ഇപ്പൊ കൂത്തുപറമ്പിൽ ആരാണ് ഈ ലീഗിന്റെ സ്ഥാനാർത്ഥി? കൂത്തുപറമ്പിൽ ലീഗിനും UDF-നും നല്ല സ്വാധീനമുള്ള പ്രദേശമാണല്ലോ. അവിടെ ഒരു ഹിന്ദു സ്ത്രീ അവതരിപ്പിച്ചിരിക്കുന്നു. ലീഗ് ആരെ സഹായിക്കാനാണ്? LDF-നെ സഹായിക്കാൻ. എന്തുകൊണ്ടാണ് ലീഗ് പ്രമുഖനായ ഒരു നേതാവിനെ, മുസ്ലിം ലീഗിന്റെ നേതാവിനെ അവിടെ മത്സരിപ്പിക്കാൻ തയ്യാറാകാതിരുന്നത്? അത് സ്വാഭാവികമായിട്ടും LDF-നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചേലക്കരയിൽ പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ്, സംവരണ മണ്ഡലമാണ്. ഈ പ്രാവശ്യം കോൺഗ്രസ് ആ സീറ്റ് ലീഗിന് വിറ്റു. ലീഗ് എന്നിട്ട് അപ്രസക്തനായ ആർക്കും അറിയാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ചേലക്കരയിൽ ആരെയാണ് ഇത് സഹായിക്കുന്നത്? CPM-നെ സഹായിക്കാനാണ്. കഴിഞ്ഞ പ്രാവശ്യം നേമത്ത് മുരളീധരനെ പോലെയുള്ള ഹൈഫൈ കാൻഡിഡേറ്റ് അവതരിപ്പിച്ചു UDF. ഈ പ്രാവശ്യം ശിവൻകുട്ടിയുമായി ധാരണയുണ്ടാക്കി കോൺഗ്രസ് വോട്ട് ശിവൻകുട്ടിക്ക് കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ ഡീൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ കേരളത്തിലുടനീളം BJPയുടെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗും ചേർന്ന് അവിശുദ്ധമായ ധാരണയുണ്ടാക്കിയിരിക്കുന്നു. അത് മറച്ചുവെക്കാനാണ് VD സതീശനും മുഖ്യമന്ത്രിയും ഇല്ലാത്ത കാര്യം പ്രചരിപ്പിക്കുന്നത്. ഈ അവിശുദ്ധ സഖ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കും. അവർ ഒരു സഖ്യത്തിന്റെ ഭാഗമാണ്. അത് പരസ്യമായി സമ്മതിക്കാനാണ് തയ്യാറാകേണ്ടത്. ഈ രഹസ്യബന്ധമുണ്ടാക്കിക്കൊണ്ട് BJPയെ നേരിടുന്ന ഈ പരിപാടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. അതുകൊണ്ട് VD സതീശനും മുഖ്യമന്ത്രിയും അവരുണ്ടാക്കിയ ഡീലിനെ കുറിച്ചാണ് ജനങ്ങളോട് പറയാൻ തയ്യാറാകേണ്ടത്. ഈ മുഖ്യമന്ത്രി കോലീബി സഖ്യത്തിന്റെ കാര്യമൊക്കെയാണ് അപ്പോൾ പ്രസംഗത്തിൽ ഇപ്പോൾ ഇന്ന് പറയുന്നത്. അല്ല, മുഖ്യമന്ത്രി കോലീബി സഖ്യത്തെക്കുറിച്ചല്ല, മാക്കോലി സഖ്യത്തെക്കുറിച്ചാണ് പറയേണ്ടത്. കേരളത്തിൽ കോലീബി സഖ്യമല്ല ഉള്ളത്, കേരളത്തിൽ മാക്കോലി സഖ്യമാണുള്ളത്. മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ് സഖ്യമാണ് കേരളത്തിലുള്ളത്. അത് പരസ്പരം സഹായിച്ചുകൊണ്ട് BJPയെ തോൽപ്പിക്കാനുള്ള പരിശ്രമമാണ്. അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറയേണ്ടത്. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയതാണ്. ഇത്തവണ അവർ മത്സരരംഗത്തില്ല. അതായത് BJPയെ തോൽപ്പിക്കാനായി ഈ വോട്ടുകൾ ഭിന്നിച്ച് പോകരുതെന്ന ഒരു കാരണമാണ്. ചിലയിടങ്ങളിൽ UDF-നെ പിന്തുണയ്ക്കുന്നു, നിയമം പോലെയുള്ള ഇടങ്ങളിൽ LDF-നെ പിന്തുണയ്ക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയുടെ ഈ നിലപാടിനെ എങ്ങനെ കാണാൻ കഴിയും? അല്ല, ഒന്ന് ജമാഅത്തെ ഇസ്ലാമി UDF-ന്റെ കൂടെയാണല്ലോ ഓൾറെഡി. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ നിലപാട് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ BJP ജയിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള അജണ്ടയാണ് ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത്. BJPയുടെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ എല്ലാവരും ഒരുമിക്കുകയാണ്.
അത് വെൽഫെയർ പാർട്ടി മാത്രമല്ല, CPM, കോൺഗ്രസ്, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട്, അങ്ങനെ എല്ലാ വർഗീയ ശക്തികളും മതമൗലികവാദ ശക്തികളും LDF, CPM-നെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് BJP തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഇതൊന്നും കൊണ്ട് തന്നെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കും. മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ് സഖ്യത്തെ, മാർക്സിസ്റ്റ് കോൺഗ്രസ് ലീഗ്, ജമായത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് സഖ്യത്തെ അതിജീവിച്ചുകൊണ്ട് ഈ പ്രാവശ്യം കേരളത്തിൽ BJP വിജയിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.